ഇന്ന് രാവിലെ തന്നെ ഫോണെടുത്ത് നോക്കുമ്പോൾ സൗമ്യ വധക്കേസിലെ ഗോവിന്ദസ്വാമി ജയിൽ ചാടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസാണെന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ 15 വർഷമായിട്ട് ഈ ജയിലിൽ കിടക്കുന്ന ആ വ്യക്തി ഇതുവരെ ചാടാത്ത ഒരു 1.5 വലിപ്പമുള്ളൊരു മതിൽ എടുത്ത് ചാടി തുണിയൊക്കെ മുണ്ടുകൊണ്ടൊക്കെ വലിച്ച് കെട്ടിയിട്ടൊക്കെ ചാടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിവ് വേണം ആ ഒരു പുള്ളിക്ക്. കാരണം കേരളത്തെ ആകെ കുലുക്കിയ ഒരു വധക്കേസായിരുന്നു ഈ സൗമ്യ വധക്കേസ് എന്ന് പറയുന്ന കൊലക്കേസ്. അപ്പോൾ എന്തായാലും ആ ഒരാൾ അങ്ങനത്തെ ഒരു മതിലെടുത്ത് ചാടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ 15 വർഷമായിട്ട് ആ പുള്ളി അങ്ങനത്തെ ഒരു ഇതിലും വരാതെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾ ചാടണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്നും ഇല്ലാതെ ആൾ അങ്ങനെ ചെയ്യുമോ? എനിക്കൊരു സംശയമാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. പക്ഷേ അറിഞ്ഞത് വെച്ച് പറയുന്നൊരു കേസാണ്. എന്തായാലും ഈ 15 വർഷമായിട്ട് ആൾ ജയിലിൽ തന്നെയാണ്, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി അത്രയും വലിയൊരു മതിൽ, കണ്ണൂർ സെൻട്രൽ ജയിലിൽ എന്നൊക്കെ പറയുമ്പോൾ 1.5 ജയിലാണല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് ചാടണമെങ്കിൽ, പിന്നെ അത് കൂടാതെ അവിടെ വെച്ച വലിയൊരു ഗേറ്റ്, ഈ ഗേറ്റിന് മുകളിലായിട്ട് ഇങ്ങനെ കൂർത്ത ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എടുത്ത് ആൾ വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്താണ്, എനിക്കത് അതിനെക്കുറിച്ചിട്ട് പറയാൻ വയ്യ. എന്തായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതെന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ ആളെ ഫോട്ടോ വെച്ചിട്ട് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് ഈ ആളെ എവിടുന്ന് ഗോവിന്ദസ്വാമിനെ എങ്ങനെ ആരെങ്കിലും കാണുകയാണെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ ഇങ്ങനെ ഫ്ലാഷ് ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ടി വിയിലാണെങ്കിലും നമ്മളെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജയിലിൽ നിന്ന് ഇങ്ങനെ പോയൊരു വ്യക്തിനെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ? പിന്നെ അവൻ്റെ നിർഭാഗ്യവശാൽ എന്തെങ്കിലും കണ്ണ് പെട്ട് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നിയില്ല അവനെ കിട്ടുന്നു. കാരണം അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയോ ഒരു ദുരൂഹത ഉള്ളത് കാരണമല്ലേ അവനെ കിട്ടാത്തത്. കാരണം ഇത്രയും നമ്മുടെ ഈ ലോകത്ത് ഇത്രയും CCTVകളും കണ്ണിൽ കണ്ട എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഇതിലും വലിയ പുള്ളികളെ പിടിക്കുന്നുണ്ട്. പക്ഷേ ഗോവിന്ദസ്വാമിനെ മാത്രം ഈ സമയത്ത് കിട്ടാനില്ല. അതെന്താണെന്നൊന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും.